ഞാനേ ഭയങ്കര ടയേർഡായിരുന്നു. ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹോറിബിൾ. മുൻപൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ യാത്രകളൊക്കെ ഒരുപാടൊക്കെ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒരു ദിവസം അത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ കുറച്ച് ടയേർഡായിരുന്നു. ഇപ്പോഴാണൊന്ന് ഫ്രഷ് ആയത്, ഒന്ന് സമാധാനമായത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒത്തിരി പേരുടെ കൺഫ്യൂഷൻ, ഒത്തിരി പേരുടെ ചോദ്യങ്ങൾ, അതിനൊക്കെയുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അതിൻ്റെ കൂടെ തന്നെ അല്പം കൊനിഷ്ഠ വർത്തമാനങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾ കേൾക്കാൻ സമാധാനപ്പെടും. നമുക്കതിലേക്ക് വരാം. വിഷയം നമ്പർ 1 കമൻസിലുള്ള ഒരു അതിപ്രസരമാണ്. ആ അതിപ്രസരത്തിലൂടെ അടുത്തത് ഷെരീന ബീബി എന്ന് ഐ ആം വെയിറ്റിംഗ്. ആക്ച്വലി സന്ദീപിന് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും കേട്ടോ. എനിക്കിത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. എൻ്റെ മൊബൈൽ എന്നും പറക്കിക്കൊണ്ട് പോക്കാണ് ഈ പോലീസുകാരുടെ കാര്യം. ഒരു രക്ഷയില്ല. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ആദ്യമായിട്ട് ആശയപരമായി എന്നോട് തർക്കിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ CI അൻസിൽ എൻ്റെ ഹൗസ് ഓണറെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ നിന്നെ പിടിച്ച് ഞങ്ങൾ അകത്താക്കുമെന്ന്. എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതും ഞാൻ കോട്ടയത്ത് താമസിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഓണറെ വിളിച്ച് ഒരു CI പറയുകയാണ്, നിങ്ങൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലാച്ചാൽ നിങ്ങൾ അകത്ത് കിടക്കും എന്ന്. അതുപോലൊരു അനുഭവമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ. സോ ഐ ആം ദ വൺ. നിരന്തരം വരിക പോലീസ് വരും. ഇന്നെന്തിനാ സാറേ വന്ന് ചുമ്മാ ഇതുവഴി പോയപ്പോൾ കയറിയെന്ന്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ. നിരന്തരം പോലീസ് വരികയായിരുന്നു. അവസാനം ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഞാനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്തു. പോലീസുകാരുടെ ശല്യം കാരണം എനിക്ക് ജീവിക്കാൻ വയ്യാതായിരിക്കും. താഴെ കാറിൽ വന്നിരുന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന എന്നെ 6 മണിക്ക് ശേഷം ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്നാണ്. അപ്പോഴിടിച്ച് കയറി വന്ന് എൻ്റെ മൊബൈൽ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. നോട്ടെ മൊബൈലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ വാങ്ങിച്ചെടുത്തോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇത് സന്ദീപിന് മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കാം. എനിക്കിത് യൂഷ്വലി സംഭവിക്കുന്നൊരു കാര്യം. ഒന്നല്ല 5ഓളം മൊബൈലുകൾ പോലീസ് കസ്റ്റഡിയിലാണ്. സോ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയം എല്ലാവരും ഇഷ്ടപ്പെട്ടുള്ളണമെന്നില്ല. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നമുക്ക് മതത്തിനെ വെച്ച് പറയാം. ഇപ്പോൾ നമ്മുടെ ഹിന്ദു മതവിശ്വാസം ഇന്ത്യയിൽ 80% ആൾക്കാരുടെ ഒരു ട്രസ്റ്റബിൾ സംഗതിയാണ്. അതേസമയം വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ജനം വേറെയുണ്ട്. ഇപ്പോൾ ക്രൈസ്തവരുണ്ട്, മുസ്ലിംസ് ഉണ്ട്. അവരുടെ വിശ്വാസ പ്രമാണം പ്രകാരം ഈ പറയുന്ന വിശ്വാസം 80% വിശ്വാസം നോട്ട് അക്സെപ്റ്റബിൾ ആണ്. കാരണം വിഗ്രഹാരാധന ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല ഇസ്ലാമും ക്രിസ്ത്യൻസും. ഒരു വിഭാഗം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ ഡെപ്ത് അറിയില്ല. പക്ഷെ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ 80% വിശ്വസിക്കുന്നത് ശരിയല്ല എന്നുണ്ടോ? അവരുടെ വിശ്വാസം അവർക്ക്, ഇവരുടെ വിശ്വാസം ഇവർക്ക്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് വിശ്വാസതയും വിശ്വസിക്കാത്തവരും ഉണ്ടാകും. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് വിശ്വാസമാണ്, മറ്റവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് അവിശ്വാസമാണ്, അന്ധവിശ്വാസമാണ്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം അനുവദിച്ചു തന്നിട്ടുണ്ട്. കേസ് വന്നാൽ നേരിടും. കേസുകൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് ഭീരുക്കളാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, നമ്മൾ പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരുമോ എന്ന് തോന്നിയിട്ടാണ് പലരും മിണ്ടാതിരിക്കുന്നതെന്ന്. അല്ല, കൃത്യമായി ഞാൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, ചിലയിടങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുന്ന ചിലരോടുള്ള ഒരു മര്യാദയാണ്. ഇപ്പം ഞാൻ വളർന്നത്, ഞാനൊരു കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് ക്രൈസ്തവ സഭയിലുള്ള ആൾക്കാർ. അവരോടുള്ളൊരു റെസ്പെക്റ്റാണ്. അല്ലെങ്കിൽ എനിക്കറിയാതെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്. ആ ഒരു റെസ്പെക്റ്റിൻ്റെ പുറത്താണ് ഞാൻ മൗനം അവലംബിക്കുന്നത്. അല്ലാച്ചാൽ എനിക്കറിയാതെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്. ഇനി ഇപ്പോൾ നമ്മൾ സന്ദീപിൻ്റെ ഒരു വിഷയം കണ്ട, സന്ദീപ് ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ ഒളിച്ച് നടക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഹാജരാകാം എന്ന് പറയുന്ന ആ ദിവസം അയാൾക്ക് ഒരു ദിവസം മുമ്പേ വീട്ടിൽ കയറിയാണ് ഇതുണ്ടായത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പെരുന്നാൾ ദിവസം വിളിച്ചപ്പോൾ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന്. പെരുന്നാൾ ദിവസം വൈകുന്നേരം, അതായത് എല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഞാൻ ചെല്ലാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ്. പക്ഷേ കാലത്തെ എന്നെ വിളിച്ചിരുന്നു, CI വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇന്നിവിടെ വന്നിട്ടില്ല അച്ചാൽ. ഞാൻ പറഞ്ഞു, സാറേ വൈകിട്ട് ഞാൻ വരുന്നുണ്ട്. അല്ല, നിങ്ങളിവിടെ ഹാജരായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പോലീസിനെ പറഞ്ഞു വിടും. സിമ്പിളാണ്. എൻ്റെ നാട്ടുകാരെ കൊണ്ട് എനിക്കത് ഒതുക്കാവുന്ന കേസേ ഉള്ളൂ. എൻ്റെ നാട്ടുകാർ ഇറങ്ങി വട്ടം ചാടി നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. കാരണം ഞാൻ ഹാജരാകില്ല എന്നോ പറ്റില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് എൻ്റെ വീട്ടിൽ കയറി എന്നെ അങ്ങനെ അപമാനിക്കാനുള്ള റൈറ്റ്സ് ഒന്നും പോലീസിന് ആർക്കും കൊടുത്തിട്ടില്ല. നമ്മൾ കൊള്ളപ്പുള്ളികളോ കൊലയാളികളോ ഒന്നുമല്ല. നമ്മുടെ ഒരു അഭിപ്രായം പങ്കുവച്ചു എന്നതിൻ്റെ പേരിൽ നമ്മളെ അങ്ങനെ മാനസികമായി തകർക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയം അല്ല. എന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. എനിക്ക്
എൻ്റെ പേർക്ക് കേസുകളുണ്ട്, എൻ്റെ പേർക്ക് ഇതുപോലെ ഫോണുകൾ എടുത്തുകൊണ്ട് പോയ സംഭവങ്ങളുണ്ട്. ഞാൻ അതൊക്കെ തിരിച്ചെടുക്കും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇല്ല എന്നല്ല. ഇത് സന്ദീപിനെ ടാർഗറ്റ് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ എന്തിനു പോയി എന്നാണ്. പിന്നെ നമ്മുടെ ഒരു മുറിയൻ അവിടെ ഇരുന്നുകൊണ്ട് കൊളോണാണോ പറയുന്നുണ്ടല്ലോ, കൈസണ്ണായി സ്വന്തം പെണ്ണുമ്പളെ തുണിയില്ലാതെ അടുത്ത് കൊണ്ടുവന്നിരുത്തി, അല്ലേ പോട്ടെ, അത്രയ്ക്കൊന്നും പോണ്ട. അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യം, ഞാൻ കോട്ടയത്താണ് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടിയെന്ന്. അല്ല കേട്ടോ, ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ ഇവിടുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് രാത്രി വെളുപ്പിനാണ് ഞാൻ അവിടെ പോയി തമ്പടിച്ചത്. കുളിക്കുക നനയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. പയ്യെ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് എനിക്ക് ജാമ്യം എടുക്കാനുള്ള ഒരു ഇതുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ജാമ്യ പേപ്പറും കൊണ്ട് പോകാൻ ഞാൻ തയ്യാറായതുകൊണ്ട് ഞാൻ പോയി നിന്നു. അവൻ ഇറങ്ങുന്നത് വരെ ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞ് പെട്ടു എന്നുള്ള ഒരു ടെൻഷൻ തന്നെയായിരുന്നു. വാസ്തവത്തിൽ അയാളിട്ട ഒരു വീഡിയോ പോലും ഈ പറയുന്ന സംഗതി ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതിൻ്റെ ഒരു ആദ്യത്തെ പോഷൻ കണ്ടപ്പോൾ തന്നെ ഇത് ഏതിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി. ഈ സംഗതികളൊക്കെ ഓൾറെഡി എനിക്കും വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാനത് എടുക്കാൻ പോയില്ല. കാരണം ഒരാളെ പേഴ്സണലി പോയിട്ട് അങ്ങനെ പറയേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ചിന്നക്കട വെടി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ചിന്നക്കട വെടി എന്തിനോട് താരതമ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ചിന്നക്കട വെടിക്ക് 3 മാപ്പിള, 3 തവണയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുത്തനും കൂടെ നിർത്താതെ ചവിട്ടി തൂരെ കളഞ്ഞ ആർക്കുമില്ലാതെ പലയിടങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിച്ച് അതിൽ കൂടെ ആഹാരം കൊടുക്കുന്ന ഒരു സാധനമാണ് അത്. അങ്ങനെയുള്ളതിനെ ഞാനും കൂടെ അടിച്ചിട്ട് എന്തിന് പ്രയോജനം? മാത്രമല്ല നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവളെ സാധനം വാങ്ങിച്ച് വെച്ചൊരു ചരിത്രമുണ്ട്. ഞാനിതൊന്നും ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിയമം അതാണ്. എനിക്ക് പേഴ്സണലി മൊബൈലിലേക്ക് സാധനം അയക്കുക, എന്നിട്ട് അതുണ്ട് എന്ന് പറയുക, അവകാശപ്പെടുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. ആ ക്രൈമിനെതിരെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. അല്ലാതെ അതെൻ്റെതാണ്, എൻ്റെ മാത്രമാണ്, എൻ്റെത് തന്നെയാണ് എന്ന് ഞാൻ എവിടെയും അല്ല, അതെവിടെ എൻ്റെതല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതാണ് കുറ്റം. ആ പ്രചരണ രീതി ശരിയല്ല. എൻ്റെതാണെങ്കിൽ അത് ഞാനും കൂടെ അറിയണം, എൻ്റെതായിരിക്കണം. അതും മറ്റതും തമ്മിൽ ടാലി ചെയ്യുന്നത് ബോധം വിവരം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. അതിനെനിക്കൊന്നും പറയാനില്ല. ഈ കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പം കലാപാഹ്വാനമാണ് കൊടുത്തിരിക്കുന്നത്, KP ആക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. KP ആക്ട് എന്ന് പറഞ്ഞാൽ മീഡിയ ത്രൂ ഇമെയിലോ ഫോൺ വിളിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ നമ്മൾ ഒരാളെ ത്രെട്ട് ചെയ്യുക, അതാണ് ഒരു ആക്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് കലാപാഹ്വാനം. അതൊരു സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പറഞ്ഞു എന്നാണ്. പക്ഷെ അയാൾ പറഞ്ഞിട്ടുള്ളത്, അതായത് സന്ദീപ് പറഞ്ഞിട്ടുള്ളത് മുഴുക്ക ഒരു കഥയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഞാൻ കണ്ടില്ല, ആദ്യത്തെ ഒരെണ്ണവേ കണ്ടുള്ളൂ. അതിനകത്ത് അവ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത് സാങ്കല്പിക കഥാപാത്രം ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ കേസെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വക്കീലിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരാളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് പറയാം. പക്ഷേ കോടതിയിൽ തെളിവുകളാണ് ഹാജരാക്കേണ്ടത്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കേസിന് വലിയ പ്രാബല്യമൊന്നും വരാൻ പോകുന്നത്. കോടതി വേറെയല്ല, പോലീസ് ആക്ഷൻ എടുക്കുന്നത് കണ്ടിട്ട് ആളുകൾക്ക് കുറച്ച് തംബ്നെയിലൊക്കെ ഇടാനുള്ള ഒരു വകുപ്പുണ്ടാകും. ഇതൊക്കെ കണ്ട് ഭയന്ന് മാറിയിരിക്കുന്നവരോടത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അത് നമ്മുടെ ബാഹുബലിയില്ല ആ ഒരു കമൻട്രി എടുത്തു വെച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെപ്പോഴാണ് മരണപ്പെടുന്നതെന്ന് അറിയാമോ? അത് അതേ ഫോമിൽ പറയാം. ഏതാ മരണം? നമ്മളുടെ ധൈര്യത്തിനേക്കാൾ ഉപരി അവിടെ നിൽക്കുന്ന ശത്രുക്കളുടെ ബാഹുല്യത്തിനാണ് ഇത് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ മരണം തുടങ്ങും. നമ്മുടെ ശത്രുക്കൾ എത്രയോ ആകട്ടെ, എത്ര ശക്തരോ ആകട്ടെ, അവരെക്കാൾ പവർ നമ്മളുടെ ധൈര്യത്തിനുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് നമ്മളുടെ വിജയം വരിക. മറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ അവിടെ മരിച്ചു എന്നാണ്. ഒരു 100 പേരെ ഭയന്ന് ഒളിച്ച് മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഇത് നമ്മളതിനെതിരെ ശക്തമായി നിലകൊണ്ട് ഒറ്റ വെട്ടിത്തീരുന്നതാണ്. ഐ എം വെരി ഹാപ്പി വിത്ത്. ധീരർക്ക് ഒരു മരണമേ ഉണ്ടാവുകയുള്ളൂ, ഭീരുവിന് 100 മരണമാണ്. ഞാൻ ഭീരുവായി മരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇന്നലെ കുട്ടികളെ വിട്ട് ഇവിടം വിട്ട് ഒക്കെ എല്ലാ ഹൈ റിസ്കിലാണ് ഞാൻ അവിടെ പോയത്. കാരണം ബിക്കോസ് എൻ്റെ പേരും അതിനകത്ത് ഇൻവോൾവ്ഡ് ആകാനുള്ള ചാൻസസ് ആർ ദെയർ. എൻ്റെ വക്കീൽ പോലും എൻ്റെ അടുത്ത് പറഞ്ഞു പോകണ്ട, മിണ്ടാതിരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതിന് എൻ്റെ റീസണാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. റീസൺ ഈസ്, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണുമോ എന്നില്ലെന്ന് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, റൂഹി ജാന് മറുപടി കൊടുക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, എൻ്റെ കുട്ടികളുടെയും എൻ്റെയും ലൈഫ് റിസ്കിലാക്കി ഞാനൊരു കാര്യം പബ്ലിഷ് ചെയ്താൽ എൻ്റെ ഒപ്പം എത്ര പേര് നിൽക്കും എന്നുള്ളൊരു തെളിവാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഒപ്പം ഞാനൊരു വീഡിയോയിൽ ഈ ഗോൾഡ് സ്മഗ്ലറുടെ വിഷയം പബ്ലിഷ് ചെയ്തിരുന്നു. എത്ര പേര് അതെടുത്ത് പോസ്റ്റ് ചെയ്തു? ബാക്കി ഞാൻ എന്തിട്ടാലും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവർ എന്തുകൊണ്ട് ആ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ വോയിസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾ എടുത്തില്ല എന്നായിരുന്നു എൻ്റെ ചോദ്യം. ആ ചോദ്യം കേട്ടപാടെ
സന്ദീപ് എൻ്റെ ചാനലിൽ പോയി അത് കണ്ടെത്തി ആ വീഡിയോ എടുത്ത് അയാൾ റീപോസ്റ്റ് ചെയ്തു. എക്സാക്ട്ലി ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അയാൾ ടാർഗറ്റഡായി. ഈ പറയുന്ന വ്യക്തിയെ അയാൾ മാത്രമല്ലല്ലോ പറഞ്ഞത്, ഇവിടെ സായി ഇരുന്നുകൊണ്ട് പറഞ്ഞല്ലോ. വൈദവേ സായിക്ക് ഒരു പ്രോബ്ലം ആണെങ്കിൽ ഞാൻ നിൽക്കും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ സായി ഇരുന്നുകൊണ്ട് പറഞ്ഞിരുന്നു ഇയാളെ ചാട്ടൊക്കെ അടിക്കണമെന്ന്. അതിൽപ്പോലും ഒരു ഒഫൻസ് വേറെ ഉണ്ടോ? പുള്ളിയെ നേരിട്ട് പറയണത് പോലെ അതിനേക്കാൾ ഭീകരമായി ചാനലിൽ പോയിരുന്നു പറഞ്ഞു. എന്തേ? സായിയെ തൊടാൻ പേടിയാണോ? എന്തുകൊണ്ട് അയാൾക്ക് സായിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പറ്റിയില്ല? സായിയെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി ഏർപ്പാട് ചെയ്ത് പോലീസുകാർ അതിനകത്ത് കയറ്റിയിരുത്തി അതിൻ്റെ പുറകെ അനുബന്ധമായി വണ്ടിയിൽ പോയിട്ട് BGM ഒക്കെ ഇട്ട് പിടിച്ച് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരാൻ തോന്നിയില്ല? അപ്പോൾ വിഷയം എന്താണെന്ന് മനസ്സിലായില്ലേ? സായി പറഞ്ഞത്, സായിയുടെ ഭാഗമൊന്ന് എല്ലാവരും ഒന്ന് സെറ്റാക്കി വെക്കും. ഞാനും ഉണ്ട് കേട്ടോ, ഞാനും ഇതിനൊക്കെ എതിർക്കുന്ന ഒരാളാണ് എന്നുള്ള കൊണേസകുമാരൻ്റെ കൊണേസ വർത്താനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റപ്പ് മാത്രമായിരുന്നു. അതൊന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ഞാനിത് പൊതുസമൂഹത്തിൻ്റെ ഉള്ളതാണ് പറയുന്നത്. നിങ്ങൾ തീരുമാനിക്കുക, യു ക്യാൻ ഡിസൈഡ്. ഇപ്പോഴും യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളാണ് അവരെ വളർത്തിയത്. നമ്മൾ വളർത്തിയതിൻ്റെ പരിണിത ഫലമാണ് നമുക്കിപ്പോൾ ഈ കിട്ടുന്നത്. ചെയ്യാതിരിക്കുക, ഒരു സാധനം എടുക്കാതിരിക്കുക, ഇഗ്നോർ ദം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ മാനഹാനി, ഇപ്പം ഞാൻ ചെയ്യുന്ന അതാണ്. എന്നെ പറഞ്ഞതിന് ഞാൻ എന്തായാലും പെറ്റീഷനുമായിട്ട് മുൻപോട്ട് പോകും, നിയമപരമായിട്ട് തന്നെ നേരിടും. പലരുടെയും കമൻസ് ആണ് ചെവീന ബീവിയെ തൂക്കണം, ചെവീന ബീവിയെ തൂക്കണം. ചെവീന ബീവി എങ്ങനെ തൂക്കുന്നു അതുപോലെ അപ്പുറത്തുള്ള ആളെയും ഞാൻ തൂക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചെവീന ബീവിയെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അപ്പുറത്തുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കും അറിയാം അതിൻ്റെ നിയമവകുപ്പുകൾ. നിങ്ങൾ ഏത് രീതിയിൽ പോയോ ആ രീതിയിൽ ഞാനും പോകും. അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. എങ്ങനെ നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്തോ അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്കിട്ടും അറ്റാക്ക് തരിക. അങ്ങനെ ഓൺ സൈഡഡ് അല്ല ഇവിടുത്തെ നിയമം. ഇത് ജനാധിപത്യ രാജ്യമാണ്, അല്ലാതെ ഓൺ സൈഡഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഒന്നുമല്ല. താൽക്കാലികമായിട്ടുള്ളൊരു വിജയം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇപ്പോൾ നല്ല കണ്ടില്ലേ അതുപോലെ. അതിന് എൻ്റെ മറുപടി അതാണ്, അത്തൂഫാൻ അത്തൂഫാൻ അത്തൂഫാൻ. പാട്ടൊന്നും വരുന്നില്ലടേ. എനിവേ, നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. വിഷയത്തിൻ്റെ പ്രാധാന്യമൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ അതിൻ്റെ ലെവലിൽ പോകും. കേസ് എന്താണോ അതിൻ്റെ ലെവലിൽ പോകും. അത് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാപ്തി അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കുണ്ട്. പിന്നെ നമ്മളിലൊരാളെ പിടിക്കുക, നമ്മളെ മൊത്തത്തിൽ ഒരു റൗണ്ടപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം സംഗതി, അതിനോട് മറുപടി പറയാൻ അറിയാനായിട്ടല്ല. പക്ഷേ ഞാനിത് ഒരു ഓപ്പൺ ഫോറത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും എന്ത് എവിഡൻസ് വേണമെങ്കിലും ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. സാക്ഷി പറയാൻ ഞാൻ തയ്യാറാണ്. ചെയ്യാവുന്നത് ചെയ്യുക, ഞാൻ എൻ്റെ കൂടെ എന്ന് മാത്രമേ പറയൂ. കാരണം എന്തെന്നറിയാമോ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ട് അലക്കാൻ പറ്റിയ സാധനമല്ല ഇത്. അതിൻ്റെ മുകളിൽ ക്രൈം അതിനകത്തുണ്ട്. ആ ക്രൈം നമ്മൾ മനസ്സിലാക്കുക, ആ ക്രൈമിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുക. എത്രത്തോളം ക്രൂവൽറ്റി ആണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ അത് നമുക്കും ബോധ്യപ്പെടണം, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം. നാട്ടുകാരാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. ഇത്തരത്തിലുള്ള ആൾക്കാരെ നെഗ്ലക്റ്റ് ചെയ്യേണ്ട രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യുക. ഒരു ക്രൈം കൂട്ടായ്മയാണ് അതെന്ന് ഞാനൊരു 100 വട്ടം പറഞ്ഞു. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്നെ കൊല്ലാനാണ് ആഹ്വാനം ചെയ്യുന്നത്. മനസ്സിലാക്കുക, എന്നെ കൊല്ലാൻ. ഇന്നലെ ഭയങ്കര ജനാധിപത്യം പറയുന്ന രഞ്ജിനി എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞ പേപ്പട്ടി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? കൊല്ലുന്നത് ലീഗലൈസ് ചെയ്യുകയാണെങ്കിൽ എന്നെ കൊല്ലുമെന്ന്. എടീ പുഴുത്തോളെ, ഒരു 100 പട്ടികളെ കാരണം എത്രയോ കുട്ടികൾ, കൊച്ചുമക്കൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടടി. കൊല്ലുന്ന ലീഗലൈസ് ചെയ്യേണ്ടത് പട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം പേപ്പട്ടി പഠിച്ച് ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. അതുപോലെ ഒരു പേപ്പട്ടി ആയിട്ടാണ് നിന്നെ ഞാൻ പരിഗണിക്കുന്നത്. അത്രയേ ഉള്ളൂ, നീ ഒരു പേപ്പട്ടി, വിഷജന്തു. നീ എന്നെ കൊല്ലാനും മാത്രം നിനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ നീ നേരിട്ടൊന്ന് വാ. അത്ര ആംബിയർ നിനക്കുണ്ടെങ്കിൽ നീ നേരിട്ട് വാ. നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പറ്റുമെന്ന് നീ ഒന്ന് നോക്ക്. ആ ധൈര്യം എനിക്ക് ഇപ്പുറത്തുണ്ട്. അതുകൊണ്ട് കൂടുതൽ കൊണയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ആ വിഷയത്തിൽ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. സന്ദീപിൻ്റെ വിഷയത്തിൽ സന്ദീപാണ് വീഡിയോ ഇടേണ്ടത്. സന്ദീപ് കുറച്ച് ടെൻഷൻസിലാണ്. കാരണം നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എടുത്തിട്ട് വീഡിയോ ഇടും, ടൈം എടുക്കും. ഒന്നത് എൻ്റെ മൊബൈൽ പിടിച്ചുകൊണ്ട് പോകുമ്പം അതിനകത്തായിരുന്നു എൻ്റെ GPay, എൻ്റെ എല്ലാവരുടെയും കോണ്ടാക്ട്സ് അതിനകത്താണ്. സോ ഞാനിങ്ങനെ ഒരാളെ കോണ്ടാക്ട് ചെയ്യും എൻ്റെ മൊബൈൽ പിടിച്ചു കുറച്ചാൽ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അങ്ങോട്ട് വിളിച്ചവർക്കാണ് പുള്ളി റിപ്ലൈ കൊടുത്തത്. അതാണ് നടന്നത്. പുള്ളിക്ക് ആരെയും വിളിക്കാനുള്ള ഒരു സാവകാശം പോലീസ് കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത് കേട്ടോ.
എനിക്ക് പെട്ടെന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മൊബൈൽ വാങ്ങിച്ചെടുത്തിട്ട് ഷെഫീന ബീവിയായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോയെന്ന് അവർ ചെക്ക് ചെയ്തു. ഉണ്ടംപുരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സന്ദീപിനെ വിളിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇടയിലൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അപ്പം പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, സന്ദീപിനെ നയിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ സന്ദീപാണ് എന്നെ നയിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. ഓരോ ഇൻഡിവിജ്വലും അവരവരുടേതായ നിലപാടാണ് പറയണത്. അത് ജനങ്ങൾ വിലയിരുത്തുകയാണ് വേണ്ടത്. ഒരു പ്രശ്നം വരുമ്പം ആരൊക്കെ കൂടെ ഉണ്ടാകും, ആരൊക്കെ കൂടെ ഉണ്ടാകില്ല എന്ന് അവരുടെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കും. എൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു പ്രശ്നം വന്നപ്പം സമൂഹത്തിന് മനസ്സിലായില്ലേ. ആരൊക്കെ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരൊന്നും എൻ്റെ ഒപ്പം അല്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. എൻ്റെ ഒപ്പമുള്ളവർ ഒരിക്കലും അത് ചെയ്യത്തില്ല. കാരണം അവർക്ക് എന്നെ മനസ്സിലാകും. ഏത് കോൺടെസ്റ്റിലാണ് എനിക്ക് ആ ദേഷ്യം വന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അവർക്കുണ്ടാകും. പിന്നെ പലരും പറഞ്ഞു സഭ്യമായ വാക്കുകളാണ് സന്ദീപ് ഉപയോഗിച്ചത്, അതുകൊണ്ട് സന്ദീപിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. സഭ്യതയും ഈ സഭ്യതയില്ലായ്മയും നിശ്ചയിക്കുന്നത് നിങ്ങളല്ല. സഭ്യമായ നിങ്ങൾ തെണ്ടിത്തരം പറഞ്ഞാൽ അത് ഓക്കെ ആകുകയും അസഭ്യമായ കാര്യത്തിൽ ഒരു ന്യായമായ കാര്യം പറഞ്ഞാൽ അത് ഓക്കെ അല്ലാതാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ഞാൻ ജന്തർ മന്ദറിലെ പ്രശ്നമേ പറയുള്ളൂ. ഇന്നലെ അവിടുത്തെ കുട്ടികൾ ഉപയോഗിച്ച ലാംഗ്വേജ് മദർ കുത്ത് മുദർ കുത്ത് കുദർ കുത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. സോ ഹൗ കം ഇറ്റ്സ് ഓക്കെ. ഞാൻ മുമ്പ് ദുബായിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു US ഒരാളായിരുന്നു അതിൻ്റെ പ്രോജക്റ്റ് മാനേജർ. പുള്ളി ഇങ്ങോട്ടൊന്ന് ഫാക്സ് ശരിയാവാത്തതുകൊണ്ട് പുള്ളി പ്ലക്കിംഗ് ഫാക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്ലക്കിംഗ് ഫാക്സ് എന്ന് പറയുന്നത് ഒരു കാഷ്വൽ ടോക്കാണ് അവർക്കിടയിൽ. നമ്മളിപ്പോൾ പറയത്തില്ല കോണ എന്ന്, അതുപോലെ ഒരു ടോക്കാണ് അത്. അപ്പോൾ അത് സഭ്യമായതേ പറയാൻ പാടുള്ളൂ. ഞാൻ പയ്യെ സഭ്യതയുടെ ആളാണ്, എനിക്ക് അസഭ്യം വരത്തില്ല, ഞാൻ സഭ്യതയാണെന്ന് പറയുമ്പം ഈ പറഞ്ഞ വ്യക്തി പലരോടുള്ള വൈരാഗ്യത്തിൽ എന്നെ വിളിച്ച് അസഭ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അസഭ്യത വരും. പക്ഷെ പബ്ലിക്കിൽ നമ്മൾ ഭയങ്കര സാധനമാണ്. അവിടെയാണ് ഒരു തിരുത്തുള്ളത്. ഷെഫീന ബീബിക്ക് ഒരേ മുഖമേ ഉള്ളൂ, ഒരേ ഒരു മുഖം. അത് ക്യാമറ ഓൺ ആയാലും അതെ, ക്യാമറ ഓഫ് ആയാലും അതെ, ഒരു മുഖം. മറ്റുള്ളവരുടെ മുമ്പിൽ അസഭ്യത പറയത്തില്ല എന്ന് ഡീസൻ്റ് അടിക്കുന്ന കൊണയന്മാർ ക്യാമറയിൽ നോക്കി അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം പിടികിട്ടും സഭ്യത എന്താണെന്ന്, അതിൻ്റെ അതിർവരമ്പ് എന്താണെന്ന്. എന്നോട് പറയുന്നവർ സ്വയം ഒന്ന് പരിഗണിക്കുക. നിങ്ങളൊന്നും പറയാറില്ല, നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങളിത് പബ്ലിക്കിൽ പറയത്തില്ല. ഞാൻ പബ്ലിക്കിൽ പറയും. ബിക്കോസ് അതൊരു ഇമോഷണൽ ഡിസ്ചാർജാണ്. നമ്മൾ തെറി ഭാഷ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എൻ ഇമോഷൻ, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. അതൊരാളെ ഹേർട്ട് ചെയ്തെങ്കിൽ പബ്ലിക്ക് നമ്മൾ വന്ന് അതിന് നമ്മൾ കൺഫസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളതിന് പോട്ടെ എന്ന് പറയുക, ക്ഷമ പറയുക. പക്ഷെ പറഞ്ഞ ടോപ്പിക്ക് അത് കൃത്യമായിട്ട് അവിടെയുണ്ട്. ആ ടോപ്പിക്ക് തന്നെയാണ് ഓരോരുത്തരും ആവർത്തിച്ചത്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴും പറയുന്നുണ്ട്, സീരിയസ്ലി ഐ ആം ഗെറ്റിംഗ് ബോർഡ് വിത്ത് ദാറ്റ്. പക്ഷേ ഞാനത് അംഗീകരിക്കുന്നു. അത് അസഭ്യത പറയുന്നത് കൊണ്ടാണ് എനിക്ക് അക്സെപ്റ്റൻസ് കുറയുന്നതെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ മറ്റുള്ളവരെ പോലെ അഭിനയിക്കാൻ അറിയത്തില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെട്ട് തന്നെ സംസാരിക്കും. അല്ലാണ്ട് കടിച്ചു പൊട്ടിച്ച് ഞാൻ ഭയങ്കര ഡീസൻ്റാണ് കേട്ടോ, എനിക്ക് അസഭ്യതയൊന്നും വരത്തില്ല, ഞാൻ ജനിച്ചപ്പോഴേ പാരമ്പര്യമായി സഭ്യമായി ജനിച്ചതാണ്, എനിക്കങ്ങനെയൊന്നും വരത്തില്ല. പിന്നെ നമ്മുടെ പെറ്റ തള്ള തെറ്റ് ചെയ്താലും പെറ്റ തള്ളയാണെങ്കിലും നമ്മൾ പറയും എന്നുള്ള അതൊന്നും എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ അറിയില്ല. ഈ നമ്മുടെ ചങ്ങമ്പുഴ പണ്ട് പാടിയൊരു കവിതയുണ്ട്. ആ കവിത തന്നെയാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു നല്ലൊരു മനസ്സുള്ളതാണ് ഞാൻ ചെയ്ത പിഴവ്, അത്രയേ ഉള്ളൂ. ആ ചങ്ങമ്പുഴ കവിത എന്താണെന്ന് നിങ്ങൾ പോയി നോക്കി, അതിനകത്ത് തന്നെയുണ്ട്. വൃത്തികെട്ടൊരു ലോകമാണിത്, ഒരു വൃത്തികെട്ട ലോകം. മനസ്സിലായോ? ഈ നമ്മളിപ്പം കോളേജ് ഡേയ്സിലൊക്കെ പലരും, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയൊരു സിനിമയുണ്ടല്ലോ, നമ്മുടെ മഞ്ജു വാര്യരുടെ സിനിമ, അതിനകത്തും പറയുന്നുണ്ട്, കോളേജ് ഡേയ്സിലൊക്കെ നീ ടെററായിരുന്നില്ലേ, പിന്നെ നീ എന്താ അങ്ങ് താന്നു പോയെന്ന് ചോദിക്കും. ചിലർ വിവാഹം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് അണ്ടറിലാകുമ്പം അങ്ങനെയാകും. ആണുങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു അണ്ടർഷിപ്പ് ഒന്നും വരത്തില്ല, പക്ഷെ അവരെന്താ കാമാകുന്നതെന്ന് അറിയാമോ? അവർ റിയലൈസ് ചെയ്യുന്നൊരു ഫാക്റ്റാണത്. ഈ കപടമായ ഒരു ലോകത്ത് നല്ലൊരു മനസ്സുണ്ടാകാൻ പാടില്ല. കാപട്യം നിറഞ്ഞൊരു ലോകമാണ് നമുക്ക് ചുറ്റും. അത്തരം കാപട്യം നിറഞ്ഞ ലോകത്തേക്ക് നല്ലൊരു മനസ്സും കൊണ്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച്. നമ്മൾ വിചാരിക്കും നമ്മുടെ ശത്രുക്കളാണ് നമ്മളുടെ ഏറ്റവും വലിയ എതിരാളികളെന്നും. ഒരിക്കലുമല്ല. നമുക്കൊപ്പം നിന്നുകൊണ്ട് നമുക്കിട്ട് പണിയുന്ന നല്ല കുതികാൽ വെട്ടികളുണ്ട്. അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കൊപ്പം നിന്നുകൊണ്ട് എനിക്കിട്ട് പണിയുന്ന ഒരു തെറ്റിദ്ധാരണയിലാണുള്ളത്. എനിക്കിത് മനസ്സിലാവുന്നില്ല എന്നാണ്.
ഈ ചുമ്മാതെയാണ് കേട്ടാ, എനിക്കിത് നല്ലപോലെ മനസ്സിലാകും. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ശകുനിക്കൊപ്പം ശകുനി ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ചുമന്നുകൊണ്ട് നടന്നതെന്നൊന്നും ആരാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ചുമന്നുകൊണ്ട് നടന്നിട്ട് അവസാനം അഴിവ് നേരിട്ട ഒരു വിഭാഗമുണ്ട് ഇവിടെ, മഹാഭാരത കഥയിലെ കഥയെ പറയുന്നത്. അപ്പോൾ പക്ഷേ പൊതുസമൂഹം അവരെ വിലയിരുത്തുക ശകുനി എന്ന് തന്നെയാണ്. ഇന്നും അങ്ങനെയാണ്. കുതികാൽ വെട്ടികളെയും കുത്തിത്തിരിപ്പുകാരെയും നമ്മൾ ശകുനി എന്ന പേരിടുന്നത് എന്തുകൊണ്ടാണ്? ഫലത്തിൽ അയാൾ മാമനായിരുന്നു, മച്ചമ്പിയായിരുന്നു, അത്രയും കാര്യമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നെങ്കിലും പൊതുസമൂഹവും ജനങ്ങളും അയാളെ വിലയിരുത്തുന്നത് ഇന്നും കുതികാൽ വെട്ടി എന്ന് തന്നെയല്ലേ? അപ്പം അതുപോലൊരു നിലപാട് ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു സ്ട്രെസ്സുമില്ല. പിന്നെ ചെയ്തതിൽ ഒന്നും റിഗ്രറ്റ് ചെയ്യുന്നുമില്ല. ഈ ഒരു കാര്യം എടുത്തുകൊണ്ട് എനിക്ക് എന്നെയാണ് ചെയ്തത്, എന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഡ്രാമ കാണിക്കുന്നുണ്ടായിരുന്നല്ല. ഇന്നലെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും പുച്ഛം തോന്നിയ ഒരു കാര്യം, മകൾക്ക് വയ്യായ്മയിൽ അവിടെ കിടക്കുമ്പോൾ അച്ഛൻ കാമറയും തൂക്കിക്കൊണ്ടുവന്ന് പ്രതികാര നടപടിക്ക് വരുന്നു. ആ അച്ഛൻ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ഈ വീഡിയോ ചെയ്ത ആർക്കുമല്ല ആ ഒരു ശിക്ഷ ദൈവം കൊടുത്തത്, മകൾക്കാ. അപ്പോഴും അച്ഛന് തിരിച്ചറിവ് വന്നിട്ടില്ല. ദൈവത്തിനെ വിളിക്കുന്നിടത്ത് പോലും ദൈവത്തിൻ്റെ പോലും സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്തരത്തിലൊരു ഡ്രാമ നിങ്ങൾ കാണിച്ചത്. ആ പറഞ്ഞ വ്യക്തി പറഞ്ഞ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾ മകൾ ചെയ്യാതുണ്ടോ? നിങ്ങളുടെ മകൾ എന്താ കാണിച്ചത്? തിരനുറയും സുറുമുടിയിൽ ചാകര സൗന്ദര്യം. അങ്ങനെയുള്ള മകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന കാശ് നക്കിയവർക്ക് എന്ത് അഭിമാനമാണുള്ളത്? ഏത് രീതിയിലാണ് നിങ്ങൾ മറ്റുള്ളവർ ക്രിറ്റിസിസം നടത്തുന്നത്? നിങ്ങൾക്ക് എന്താ അവകാശമാണുള്ളത്? കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. പിന്നെ എനിക്ക് ഉൾപ്പെടെ കുറേ യൂട്യൂബേഴ്സിന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരെ സപ്പോർട്ട് ചെയ്യാവുള്ളൂ. ഇത് എനിക്ക് ആദ്യമായിട്ടല്ല കേട്ടോ, ഇതെൻ്റെ ആദ്യ അനുഭവമല്ല. അതുകൊണ്ട് എനിക്കിതിൽ വലിയ കൗതുകമോ പുതുമയോ ഒന്നുമില്ല. അതേസമയം ആദ്യമായിട്ടുള്ളവർക്ക് ഇതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളോടൊക്കെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ, നമ്മളുടെ അടുത്തൊക്കെ തന്ന ഇൻഫോർമേഷൻസ്, ഇതൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സാധനങ്ങളാണ്. എന്നിട്ടിപ്പോൾ നിൽക്കുന്നത് അവനവൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ അവരുപയോഗിച്ചു എന്നുള്ളൊരു തിരിച്ചറിവ് ഒന്നില്ലേ, അത് തന്നെ ധാരാളമാണ്. അത്തരം തിരിച്ചറിവുകൾ നല്ലതാണ്. എനിക്ക് ആരോടും പേഴ്സണലി ഒരു പ്രതികാരവും ഇല്ല, ഒന്നുമില്ല, ഒരു പ്രതികാരവും ഇല്ല. ഞാൻ പലപ്പോഴും പറയുന്ന കണക്ക് ഇപ്പോൾ നമ്മളിപ്പം പ്രതികാരവാജ്ഞയോടുകൂടി ഇറങ്ങണം, നിൽക്കണം, നടക്കണം, അങ്ങനെയൊന്നുമല്ല. ഒരു ബീജിയം അവിടെ നിന്നിട്ടു, പകരം ഒരു ബീജിയം നമ്മൾ ഇവിടെ നിന്നിട്ടു, അത്രയേ ഉള്ളൂ. കാലങ്ങളായിട്ട് ഞാനൊരു ഇഴജന്തുവിൻ്റെ കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്തെന്നറിയാമോ? പീപ്പിൾ, അതായത് ജനങ്ങളാണ് കോടതി. ജനങ്ങളുടെ കോടതിയിലേക്ക് ഞാൻ ആ കാര്യം ഇട്ടു. ശക്തമായ എതിർപ്പ്. ഞാൻ ജീവിച്ച, അതായത് 10-40 വർഷം ഞാൻ ജീവിച്ച ജീവിതം നഷ്ടപ്പെടുത്തി അത്രയും വൾഗറായി എന്നെ ആക്രമിച്ചു. ഫിസിക്കൽ അബ്യൂസ് എന്നല്ല പറയുക, അതിനെന്താ പറയുക, വെർബൽ റെപ്പിങ്. അത്രയ്ക്ക് എന്നെ പറഞ്ഞു. ഞാൻ ഉറച്ചു നിന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരുപാട് പേര് ചതിക്കപ്പെടും, ഒത്തിരി പേര് ചതിക്കപ്പെടും. അതുകൊണ്ടാണ് 5 അല്ല 10 മൊബൈൽ പോയാലും ഞാൻ വീണ്ടും അത് ആവർത്തിക്കും എന്ന വാശിയിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് എന്താണ് ഇപ്പം അവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ പിച്ചയെടുപ്പാണ്. ഇപ്പോൾ അവർ പിച്ചയെടുക്കുന്നതിൻ്റെ കാരണവും ഞാനാണെന്നുള്ളത് എനിക്ക് അഭിമാനമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നാളെ ഇതുവരെ തട്ടിച്ചാണ് ജീവിച്ചത്, ഇപ്പം പിച്ചയെടുത്ത് ജീവിക്കുന്നു. എന്തുകൊണ്ട് അവർക്ക് ആ ഗതി വന്നു? അന്നും അവർ തട്ടിച്ച് ജീവിക്കുന്ന ഒരു കാര്യം പബ്ലിക്കിൽ പറയാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അത് ഞാനൊരു ഗുണ്ടിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം കിട്ടിയില്ലേ? അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ എനിക്കിട്ട് പാര വയ്ക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നിന്നെപ്പോലൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല. അതുകൊണ്ട് തന്നെ ലോകത്തേത് ശക്തി, ഏത് തീയ ശക്തികൾ എനിക്കെതിരെ നിന്നാലും തോറ്റേ പോകുള്ളൂ. എന്നെ അങ്ങോട്ട് ഇപ്പം അങ്ങ് തീർക്കാം, നാളെ രാവിലെ അങ്ങ് തീർക്കാം എന്ന് പറയുന്നവരടുത്ത് എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, രാജ്യവിരുദ്ധ പ്രവർത്തനമോ യാതൊരു രീതിയിലുള്ള മോശപ്പെട്ട ഒരു ഇടപെടലിലോ ഞാനില്ല. എൻ്റെ ഇത്രയും മൊബൈൽ എടുത്തുകൊണ്ട് പോയ പോലീസുകാരുടെ അടുത്ത് തന്നെ ചോദിക്കും, അവർക്ക് ചങ്കയും നാണവും വരും. എനിക്ക് അങ്ങനെ യാതൊരു രീതിയിലുള്ള ഒരു കോണ്ടാക്ട്സും ഇല്ല. ഞാൻ ആരോട് എന്ത് സംസാരിക്കണം എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് തക്കവണ്ണമുള്ള കാര്യങ്ങളെ ഞാൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. ഇന്ന് വരെ ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള ഏതെങ്കിലും ഒരാളെയോ പൈസ കൊടുത്തോ സ്വാധീനിച്ച് ഞാനിതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ കേസുകൾക്ക് ഡിലേ വരുന്നത്. എനിക്ക് സ്വാധീനമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കുന്ന കേസുകൾ ടപ്പേന്ന് എടുക്കും.
കാരണം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറയും. അങ്ങനെ ഒരു സ്വാധീനവും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ വെരി സ്ട്രോങ് ആയിട്ട് എൻ്റെ ആ ഒരു ഇതിനകത്ത് ഉറച്ചു നിൽക്കും. ഡിലേ ആണ് എങ്കിൽ പോലും അതെടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കൊണ്ട് കൊടുത്ത പരാതി തീർച്ചയായിട്ടും എടുത്താണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, എൻ്റെ വീട്ടിലേക്ക് നായ്ക്കൂട്ടം ഇടിച്ചു കയറുകയാണ്. ഞാനത് അവിടെ വീട് വെച്ചിട്ടിരിക്കുന്നത് എനിക്കും മക്കൾക്കും സ്വസ്ഥമായി ജീവിക്കാനാണ്, അല്ല നായ്ക്കൂട്ടങ്ങൾക്ക് വന്ന് വീഡിയോ എടുക്കാനല്ല. അതിനെതിരെ എന്തായാലും ആക്ഷൻ ഉണ്ടാകും എന്നുള്ളത് തെളിഞ്ഞില്ലേ. ഞാൻ കൊണ്ട് കൊടുത്തു തുടങ്ങിയപ്പോൾ 1 വകുപ്പ് 2 വകുപ്പല്ല, അവർക്ക് 1 വകുപ്പാണോ 2 വകുപ്പാണോ എന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ദേ ഹാവ് പ്ലെൻറ്റി. 6ഓളം വകുപ്പാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ളവരോട് വളരെ കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കഴിഞ്ഞവളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ്. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യവും ഞാൻ വിട്ടുപിടിക്കാറില്ല. പിന്നെ പല ഇടങ്ങളിൽ, ഇപ്പോൾ ചിന്നക്കട വെടിയുടെ കേസ് ഞാൻ പറയാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ചില ഇടങ്ങളിൽ നമുക്കൊരു സോഫ്റ്റ് കോർണർ തോന്നും. അതിൻ്റെ റീസൺ ഇത്രയധികം പേര് തള്ളി ദൂരെ കളഞ്ഞതാണ്. ഇപ്പോൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സായി, വേണ്ട എന്ന് വെച്ച് മാറി. എയ്തർ അയാൾ എന്നെ വേണ്ടാന്ന് വയ്ക്കാം, ഞാൻ അയാളെ വേണ്ടാന്ന് വയ്ക്കാം, അങ്ങനെ തന്നെ ആയിരിക്കാം. രണ്ടാമത്തത് വൈധവ്യമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയതാണ്. അങ്ങനെ അല്ലാതെ ഒരുത്തൻ കളയുക, അടുത്തനെ എടുക്കുക, അവൻ കളയുക, അടുത്തനെ എടുക്കുക, പിന്നെ ഈ 3 പേരും ചെലവിന് കൊടുക്കാതെ അവരിലുണ്ടായ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി തെണ്ടി ജീവിക്കുക, കിടന്നു കൊടുത്ത് ജീവിക്കുക. അത്തരത്തിലുള്ള ഒരുത്തിയെ നമ്മൾ ശത്രുപക്ഷത്ത് പോലും വെക്കരുത് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് മൗനമായത്. ആ തിരിച്ചറിവാണ് മൗനം. അല്ലാതെ അത് വേണ്ടാന്ന് വെച്ചതാണ്. ആക്ഷൻ എടുക്കാൻ 100 വട്ടം തയ്യാറാണ് പോലീസുകാർ. കാരണം അത് അത്രയും വലിയ ക്രൈമാണ്, ചില്ലർ ഒഫൻസ് ഒന്നുമല്ല. പിന്നെ ഒരു മുഖം മൂടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഭയങ്കര ഡീസൻറ്റാ എന്ന്. ആ മുഖം മൂടി അങ്ങ് പൊളിച്ച് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്തില്ലേ. എപ്പോഴും എൻ്റെ കോടതി എന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ ജനങ്ങളുമാണ്. നിങ്ങൾ നിശ്ചയിക്കൂ, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് വാല്യൂ. ഞാൻ എപ്പോഴും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടൂ എന്ന് പറയുന്നത് റീച്ചിനല്ല, നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയാനാണ്. പിന്നെ തെറി വന്ന് എഴുതിയാൽ ഞാൻ എടുത്തങ്ങ് ദൂരക്കളെ. എനിക്ക് ഇങ്ങനെ തെറി കേൾക്കാൻ വയ്യ. ഞാൻ തെറി വിളിക്കുന്നതിന് ഇഷ്ടം, നാട്ടുകാർ തെറി വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തെറി ഞാൻ കേൾക്കുന്നത് ശരിയായ നടപടിയില്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബേ എന്നെ തെറി വിളിക്കുന്നവരെ റെസ്ട്രിക്റ്റ് ചെയ്യുക, അത് ഞാൻ മാത്രം കാണണം. ഞാൻ കണ്ട ശേഷം ഞാൻ എടുത്ത് ദൂരെ കളയണം. ഞാൻ ചില തെറികൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇന്ന തെറികൾ എനിക്ക് തീർത്തും ഇഷ്ടമില്ല, ആ തെറികൾ മാത്രം നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, ബാക്കി എഴുതിയിടാൻ പറഞ്ഞിട്ട്. അപ്പോഴുണ്ട് ഇംഗ്ലീസിൽ കൊണ്ടുവന്ന്. അപ്പം ഞാനിപ്പോൾ ഇംഗ്ലീസിനും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലെ പറ്റുള്ള ഇങ്ങനത്തെ തെറി എഴുതിയാൽ അത് ഒട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ കൊണ്ടുവന്നിട്ടാൽ അവിടെ കിടക്കും എന്ന ധാരണ വേണ്ട, അപ്പോഴേ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരും വിളിച്ച് പറഞ്ഞിട്ടോ റിക്വസ്റ്റ് ചെയ്തിട്ടോ അല്ല. ഞാൻ സന്ദീപിനെ വിളിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഏർപ്പാട് ചെയ്യാൻ പറ്റുമോ, ജാമ്യത്തിന് വേണമോ എന്ന് ഉള്ള അവൻ്റെ ഒരു റിക്വസ്റ്റിൻ്റെ ബേസിലാണ് നമ്മളവിടെ പോയിട്ടുള്ളത്. ഇടിച്ച് കയറി പോകാനും ഓടിച്ചെന്ന് കയറാനും പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. അങ്ങനെ ഒരു പൊസിഷനിൽ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അമ്മ മനശ്ശി തങ്ക മനശ്ശി, എന്തും പണി കിട്ടുന്നൊരു വൃത്തികെട്ട മനസ്സ്. എൻ്റെ മക്കൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഗൈസ്. അതുകൊണ്ട് ഇനിയില്ല, എനിക്ക് വയ്യ, ഞാനില്ലേ. എൻ്റെ പൊന്നോ അമ്മയുടെ പുളുസോ കാലി പിടിച്ച് കെട്ടിക്കരഞ്ഞ് സഹായിച്ചണേ, എങ്ങനെ ചായച്ചണേ, ഞാൻ ചത്തളയുവേ, എനിക്ക് നിവർത്തിയില്ലേ. വയസ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ നമ്മളൊന്നും പറയണില്ല. എന്തേന് വെറുതെ. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അതിങ്ങനെ വളഞ്ഞു പിടിച്ചേയിരിക്കുള്ളൂ. എന്താണെന്നറിയാമോ? ഗുണം പിറപ്പതാണ്, ഓരോരുത്തരുടെ പിറപ്പതാണ്. നമുക്ക് ഒരു വിഷയത്തിൽ എനിക്ക് സമാധാനമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ ആ ട്രാപ്പിൽ പോയി പെട്ടില്ല. അത് ഒരു വലിയ കാര്യമാണ്. ചില ട്രാപ്പുകൾ നമുക്ക് ഇങ്ങനെ വിരിച്ചുകൊണ്ട് വരും, ഇതിനെ പിടിച്ച് അകത്തിടണമെന്ന്. പക്ഷെ ആ ട്രാപ്പിലേക്ക് നമ്മൾ പോയി വീഴാത്തെടുത്ത് നമ്മൾ സേഫ് സോണിലാണെന്ന് ഒരു തോന്നലില്ലേ? ആ തോന്നൽ എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. സന്ദീപിനെ ഞാൻ രാവിലെ വിളിച്ചിരുന്നു, പുള്ളി ഇങ്ങോട്ടാണ് വിളിച്ചത് ഉണ്ടായിരുന്നു. ഹീസ് സേഫ്, വരും, വീഡിയോ ചെയ്യുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി പറയാൻ ആളല്ല. ഞാൻ കണ്ടില്ല, ആദ്യത്തെ ഒരു എണ്ണം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ക്യാപ്ഷൻ നോക്കും, ബാക്കി കമൻസ് നോക്കി വരികയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമ്മൾ എയറിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് നോക്കി ഞാനെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവുമായിരുന്നു. ആക്ച്വലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ അതേ സാധനങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പബ്ലിഷ് ചെയ്യാൻ തയ്യാറായില്ല. ദ റീസൺ ബിഹൈൻഡ് നമ്മൾ അയാൾ ചെയ്ത പ്രവൃത്തികളെയാണ് പറയുന്നത്. ഇപ്പോൾ കിച്ചുവിനെ പറഞ്ഞില്ലേ, അത് ഭയങ്കര ബോറാണ്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കും.
അതിന് ഞാൻ മറുപടി കൊടുത്തത് എൻ്റെ മക്കൾക്ക് വേണ്ടി 2 ഡ്രസ്സ് ഓർഡർ ചെയ്ത് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പൊതുസമൂഹം ചെയ്യേണ്ടത് അതാണ്. ഒരാളെ ചവിട്ടി താഴ്ക്കാനും നശിപ്പിക്കാനുമായിട്ട് മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ പൊതുസമൂഹം അവർക്കൊപ്പം നിൽക്കുക. അവർക്ക് ന്യായമുണ്ടെങ്കിൽ, ഇപ്പോൾ കിച്ചുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, കിച്ചു മിണ്ടാതല്ലേ നിൽക്കുന്നേ, അപ്പോൾ ആ കുട്ടിക്ക് ന്യായമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്. അതും പൂർണ്ണമായി രാവിലെ എഴുന്നേറ്റ് ഹായ് ഗുഡ് മോർണിംഗ് എന്നൊന്നും ഞാൻ പറയാറില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്പർ ഉൾപ്പെടെ അവൻ്റെ ആ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലൊരു വാഴയ്ക്ക് ഞാൻ മുമ്പ് പബ്ലിഷ് ചെയ്തു. മലപ്പുറത്തുനിന്ന് വരെ ആൾക്കാരെ വരുത്തി ആ പ്രോപ്പർട്ടി കാണിച്ചു കൊടുത്തു. അതിനൊക്കെ പരിമിത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. പിന്നെ മന്മഥനല്ലയോ ആര് കണ്ടാലും കല്യാണം ആലോചിക്കാനായിട്ട്, മമ്മദ റസ. അപ്പം ശരി, നമുക്ക് പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഇതെല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് ഇട്ടതാണ്. കുറച്ച് ടയേർഡുണ്ട്, വിശക്കുന്നു, വല്ലതും പോയി തിന്നിട്ടേ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. ബൈ ദ വേ 91 ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ 300ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. തീർച്ചയായിട്ടും കമൻറ്റ് ഇടുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിക്കണേ പ്ലീസ്. താങ്ക് യു.